അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പപ്പട വട ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പപ്പടമാണ്, നമ്മൾ സാധാ പപ്പടം ഉണ്ടല്ലോ പീടികയിൽ നിന്നൊക്കെ മേടിക്കണം, ആ പപ്പടം തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് അതിൽ പൊടി ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഈ പലാപ്പൊടി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് കൊട്ടിയെടുത്തത്. ഇനി ഞാനൊരു പപ്പടക്കൊള്ളി എടുത്തുക്കണം കേട്ടോ. ഈ പപ്പടക്കൊള്ളി വെച്ചിട്ട് 4 ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ ഓട്ടാക്കി കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇത് ഒറ്റ പൊള്ളാനായിട്ട് നമ്മൾ പപ്പടം പൊരിക്കുമ്പോഴൊക്കെ പൊള്ളി വരൂലേ, അതുപോലെ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു പാത്രം എടുത്തുക്കണം, അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ. എനിക്ക് ഉള്ള പപ്പടത്തിൻ്റെ അളവിനനുസരിച്ചുള്ള അരിപ്പൊടിയാണ് എടുത്തുക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണില്ല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണം. അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം മുളകും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് എള്ളാണ്, ഒരു 3/4 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുത്തിരിക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കരിഞ്ജീരകവും ഇട്ട് കൊടുത്തിരിക്കണം. കരിഞ്ജീരകം ഇല്ലെങ്കിൽ നമുക്ക് നല്ല ജീരകം ചേർത്താലും മതി. പിന്നെ അതിലേക്ക് ഞാൻ കായപ്പൊടിയാണ്, നമ്മൾ സാമ്പാറിൻ്റെ ഒക്കെ കായപ്പൊടി ഇല്ലേ, അതാണ് ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. പപ്പടത്തിൽ നമുക്ക് ഉപ്പുള്ളതാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഈ മാവിലേക്ക് മാത്രം കറക്റ്റാക്കിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പച്ചവെള്ളം കേട്ടോ, സാധാ പച്ചവെള്ളം വെച്ചിട്ടാണ് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് പാകത്തിന് എന്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലാണ് ആവേണ്ടിയത്. ഇതിനേക്കായി കട്ടി കൂടാനും പാടില്ല, കട്ടി കുറയാനും പാടില്ല കേട്ടോ. നമ്മളൊരു ഓട്ടടൻ്റെ ഒക്കെ മാവിനേക്കായി കുറച്ചും പാടിക്കൊന്ന് ലൂസ് ആവണം, എന്നാൽ ദോശമാവിൻ്റെ അത്ര അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു കണക്കിൽ കേട്ടോ. പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഈ പപ്പടം ഒന്ന് മുക്കിയിടാൻ വേണ്ടിയിട്ടേ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മാവ് ഉണ്ടല്ലോ, അത് സ്പൂൺ വെച്ചിട്ട് ഒന്നും പാടിക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തതാണ്. ആ എള്ളും കരിജീരൊക്കെ അതിൻ്റെ അടിയിൽ പോയി പെടും, അത് കാരണമാണ്. അപ്പോൾ ഇനി ഓരോ പപ്പടം എടുത്തിട്ട് ഇതുപോലെ മാവിലൊന്നിങ്ങനെ മുക്കിയതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിങ്ങനെ ഇളക്കാതെ ഒന്ന് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ മാവ് നമ്മൾ ചട്ടകം തട്ടിയാൽ കൊഴിഞ്ഞിങ്ങോട്ട് പോരും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ആ പപ്പടം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ. ഇത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. തീ കൂടിപ്പോയാൽ അതിൻ്റെ ഉള്ളുഭാഗമൊന്നും വെന്ത് കിട്ടൂല. ഇത് ഏകദേശമൊക്കെ ഒന്ന് മൂപ്പായി വന്നിക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരിക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഒരു പാക്കറ്റ് പപ്പടം ഉണ്ടെങ്കിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. അടിപൊളിയാണ്. കട്ടൻ ചായക്കൊക്കെ നമുക്ക് വൈകുന്നേരത്തിന് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ 2 ഉണ്ടാക്കി എത്താം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ചുട്ടെടുക്കാം. ഇതുണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇനി പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി രൂപത്തിലാണ് കേട്ടോ, അടിപൊളിയാണ്. കട്ടൻ ചായക്കൊക്കെ ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക, വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.